ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മളുടെ ഓണത്തെ വരവേൽക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓണം ഔട്ട്ഫിറ്റ് തന്നെ ആയിരിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളൊരു ഒറ്റ പാവാടയും ഒരു ടോപ്പ് കൊണ്ട് നമ്മൾ 6 മോഡലാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഓണത്തിന് നമ്മൾ വെയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത് കേരള സ്റ്റൈൽ ഡ്രസ്സ് തന്നെ ആയിരിക്കും അല്ലേ. ഇതും അങ്ങനെ ഒരു കേരള സ്റ്റൈൽ ഡ്രസ്സാണ് കേട്ടോ. ഈ ഡ്രസ്സ് എനിക്ക് ഡിസൈൻ ചെയ്തു തന്നത് DK ഡിസൈൻസ് ദേവികൃഷ്ണ അരവിന്ദാണ്. ഈ ഒരു പാവാട വന്നിരിക്കുന്നത് ഒരു മയിലിൻ്റെ ഡിസൈൻ ആയിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പാവാടയാണ്. നമ്മൾ നല്ല പ്രോപ്പറായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ കിടക്കും. ഇതിൻ്റെ ടോപ്പ് തയ്ച്ചിരിക്കുന്നത് ഒരു ക്രോപ്പ് ടോപ്പ് മോഡലാണ്. ഇതിൻ്റെ കൈ വരുന്നത് ഒരു പഫ് സ്ലീവ് ആണ്. പഫ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് എലാസ്റ്റിക് ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ഫിറ്റിംഗ് ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന വീനക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഫുൾ ഇമേജ് ഞാൻ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ആ ക്രോപ്പ് ടോപ്പ് ജസ്റ്റ് ഒന്ന് മടക്കി പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയറൊക്കെ കാണിച്ച് കുറച്ചും കൂടെ മോഡലായിട്ട് വെയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ മോഡൽ ശരിക്കും ഇങ്ങനെ വെയർ ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു പഫ് സ്ലീവ് മാറിയിട്ട് സ്ലീവ്ലെസ് ആണെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ സൈഡിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മോഡലിൽ വെയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഷോൾ വൺ സൈഡ് ഇട്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഒരു കേരള സ്റ്റൈൽ മോഡലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതുപോലെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടായിരിക്കും. എസ്പെഷ്യലി ഒരു മാരേജിന് ഇങ്ങനെ ഒരു കേരള സ്റ്റൈൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് മോഡൽ ഉദ്ദേശിക്കുന്നത് ഒരു 1 ലെയർ സാരി പോലെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് സാധിക്കും. പ്ലീറ്റ് കൊടുത്ത് സാരി എടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു 1 സൈഡ് മോഡൽ തന്നെ നമുക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു 1 ലെയർ സാരി തന്നെ എടുത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. 1 ലെയർ സാരി സ്റ്റൈലിംഗ് ആണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ ഒന്ന് വെയർ ചെയ്ത് നോക്കണേ, സൂപ്പർ ആയിരിക്കും. ഈ ഒരു സ്റ്റൈല് നമുക്ക് അമ്പലങ്ങളിലോട്ട് പോകുമ്പോഴും അതുപോലെ മാരേജ് ഫംഗ്ഷന് കേരള സ്റ്റൈല് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും ഒന്ന് ചൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് മോഡൽ വരുന്നത് നമ്മൾ നോർമൽ ധാവണി ഉടുക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ. പ്ലീറ്റ് എടുത്തിട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ സാരി ഉടുക്കുക അല്ലെങ്കിൽ ധാവണി ഉടുക്കുക ആ ഒരു സ്റ്റൈലാണ് അടുത്തതായിട്ട് വെയർ ചെയ്തത്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ് കേട്ടോ. ഓണത്തിൽ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് സെറ്റ് മുണ്ട്, സെറ്റ് ധാവണി, സെറ്റ് സാരി ഒക്കെയാണ്. അപ്പോൾ അതുപോലെ ഇതൊന്ന് വെയർ ചെയ്ത് നോക്കി നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് കുറച്ചും കൂടെ മോഡലായിട്ടൊന്ന് വെയർ ചെയ്ത് നോക്കാം കേട്ടോ. വല്ല ഫംഗ്ഷൻസ് വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെയർ ചെയ്ത് നോക്കാം. കുഞ്ഞു മക്കൾക്ക് ഈ ഒരു മോഡൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഈ ഒരു ഒറ്റ സെറ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വെയർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഓണത്തിന് ഒരുങ്ങാട്ടോ. ഈ ഒരു മോഡൽ നമുക്ക് ഫംഗ്ഷൻ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സെറ്റ് കൊണ്ട് 6 മോഡൽസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചത്. എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ നേരുന്നു. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ഒരു ഒറ്റ സെറ്റ് കൊണ്ട് ചെയ്ത 6 മോഡൽസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ടാറ്റാ, ബൈ ബൈ.